ഒരു സമൂഹത്തിൽ ചില വർഷങ്ങൾക്ക് മുൻപ് മരുന്ന് എങ്ങനെ ചെടികൾക്ക് തളിക്കാം, എങ്ങനെ കൃഷി മെച്ചപ്പെടുത്താം എന്നുള്ള ഒരു ക്യാമ്പ് നടത്തി. അന്ന് മരുന്ന് പ്രയോഗിക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു കൊടുക്കുവാനായി ചില ചെടിയുടെ തണ്ടുകൾ മുറിച്ച് മേശപ്പുറത്ത് വെച്ച് മരുന്നടിച്ച് കാണിച്ചു. നിങ്ങൾ ഇതുപോലെയാണ് കീടനാശിനികളെ ഉപയോഗിക്കേണ്ടതെന്നുള്ള കാര്യം അവരെ ബോധ്യപ്പെടുത്തി. എന്നാൽ ചില വർഷങ്ങൾ കഴിഞ്ഞും അവിടെ കൃഷി മെച്ചപ്പെടുത്തുവാനായിട്ട് കഴിഞ്ഞില്ല. എന്തുകൊണ്ടാണെന്ന് അവിടെ പരിശോധിച്ചപ്പോൾ കൃഷിയിടത്തിൽ പോയി ചെടികളുടെ മേൽ മരുന്ന് തളിക്കേണ്ടതിന് പകരം ആളുകൾ ചെയ്യുന്നത് ഓരോ ഇലയും ഇവിടെ പറിച്ചു വെച്ചിട്ട് ഓരോ കൊമ്പും മുറിച്ചു വെച്ച് മേശപ്പുറത്ത് വെച്ച് അവർ മരുന്ന് തളിക്കുന്നു. ശരിക്കുള്ള മരുന്ന് പ്രയോഗമല്ല അവിടെ നടന്നത്. ഇതുപോലെയാണ് നമ്മുടെ ജീവിതത്തിലുള്ള ചില കാര്യങ്ങൾ. ഈ ചെടിക്ക് ശരിക്ക് ആ പാടത്ത് പോയി മരുന്നടിക്കേണ്ടതിന് പകരം ഒരു കൊമ്പ് മുറിച്ച് മേശപ്പുറത്ത് വെച്ച് മരുന്ന് തളിച്ചാൽ ആ കീടങ്ങൾ മാറിപ്പോകുമോ? നമ്മുടെ ജീവിതത്തിലെ ചില കാര്യങ്ങളും നമ്മുടെ ചിന്താഗതികളും പലപ്പോഴും ഇതുപോലെയല്ലേ? നാം ശ്രദ്ധിക്കാതെയും വിവേകത്തോടുകൂടെ, വിവരത്തോടുകൂടെ, അറിവോടുകൂടെ, ജ്ഞാനത്തോടുകൂടെ ഓരോ കാര്യങ്ങളെ സമീപിച്ച് നേരായ ദിശയിലൂടെ ആ കാര്യങ്ങൾക്ക് നേതൃത്വം നൽകാതെ അലംഭാവം കൊണ്ട് ജീവിതത്തിൽ പലപ്പോഴും പലരുടെയും അവസ്ഥകൾ നാശത്തിന്റെയും ഇരുളിന്റെയും ആ ഒരു അന്ധകാരത്തിന്റെ അവസ്ഥയിലേക്ക് മാറിപ്പോകുന്നു. നമ്മുടെ കാഴ്ചകളും കാഴ്ചപ്പാടുകളും മാറുന്നതിന് വേണ്ടി നമ്മുടെ ജീവിതം അനുഗ്രഹമാകട്ടെ, ധന്യമാകട്ടെ.